അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുവിലാണ് ആ ഭയപ്പെടുത്തുന്ന ദേശം. അതിന്റെ പേരാണ് ബെർമുഡ ട്രയാങ്കിൾ. കാണാനായി ഒന്നുമില്ല, പതിവു കടൽച്ചുഴികൾ പോലെ ചൂണ്ടിക്കാണിക്കാനാവില്ല, പക്ഷേ അതിൽ എത്തുന്നവരുടെ തിരിഞ്ഞുവരവില്ലായ്മയാണ് അതിന്റെ ഭീകരത. നാവികരായതോ യാത്രക്കാരായതോ ഒരിക്കൽ അതിന്റെ പരിധിയിൽ കടന്നാൽ തിരിച്ചുവരുന്നത് ആകാശദോഷ്യങ്ങളിലേക്കോ അന്ധകാരത്തിലേക്കോ മാത്രമാണ്. 1974 അമേരിക്കൻ നാവികസേനയിലെ സീനിയർ ഓഫീസറായ ക്യാപ്റ്റൻ ജോനാഥൻ ക്രെയ്ന് തന്റെ 4 സേനാംഗങ്ങളുമായി ഒറ്റമാസത്തെ സർവേ യാത്രയ്ക്ക് പുറപ്പെട്ടു. അവരുടെ ലക്ഷ്യം തീരുന്നതിന്റെ ഒരു ഭാഗമായ ബെർമുഡ മേഖലയിൽ ഉണ്ടായിരുന്ന നിഗൂഢ വൈദ്യുത താരംഗികളെ മനസ്സിലാക്കുകയായിരുന്നു. അത് ഒരു ശാസ്ത്രീയ ദൗത്യമായിരുന്നെങ്കിലും ക്യാപ്റ്റന്റെ മനസ്സിൽ വിചിത്രമായ ഒരു ആകർഷണം ഉണ്ടായിരുന്നു. അപ്രകൃതമായൊരു ആഹ്വാനം പോലെ അതിനെ അവർ എപ്പോഴും അനുഭവിച്ചു. പുറപ്പെട്ട് 5-ാം രാത്രിയിലായിരുന്നു ആദ്യം സംഭവിച്ചത്. കടൽ അപ്രതീക്ഷിതമായി ശാന്തമായി. സമുദ്രം തീർത്തും കത്തിച്ചൊരിയുന്ന നേർത്ത നാരങ്ങ നിറത്തിലായി. ആകാശത്തിൽ ഒരു നിഴൽ കനിഞ്ഞ് താഴെ ഇറങ്ങി. റേഡിയോ മുഷിഞ്ഞു. കോമ്പാസ് തിരിഞ്ഞ് ചുറ്റിത്തുടങ്ങി. ഒരുമിച്ചു നിന്നിരുന്ന സംഘത്തിന്റെ കണ്ണുകൾ തുറന്നിരിക്കെ വിറച്ചുപോയി. നിലാവ് പോലൊരു വെളിച്ചം കപ്പലിന്റെ ചുറ്റും ആക്രസിച്ചു. അകത്തുനിന്ന് ശബ്ദമില്ലാത്ത ഒരു ഊർജ്ജം തലകൊണ്ട് കയറിയതായി എല്ലാവരും അനുഭവിച്ചു. പിന്നീട് ആ വെളിച്ചം കപ്പലിനെ അതിന്റെ ഭ്രമണത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയി. ആ രാവാണ് ക്യാപ്റ്റൻ ജോനാഥന്റെ അവസാന രേഖപ്പെടുത്തിയ ദിവസം. അയാളുടെ ഡയറിയിൽ കിട്ടിയ അവസാന കുറിപ്പിൽ എഴുതിയിരുന്നത്, ഞങ്ങൾ അതിന്റെ കണ്ണുകൾ കണ്ടു. അത് മനുഷ്യരുടെ കണ്ണുകളല്ല, ഓർമ്മകൾ ഞങ്ങളെ ഉപേക്ഷിച്ചു. നമ്മളെ തിരികെ കാത്തിരിക്കുന്നതൊന്നുമില്ല. അതിനുശേഷം ഒരുങ്ങിയ തിരച്ചിൽ മിഷനുകൾ, സാറ്റലൈറ്റ് സ്കാനുകൾ, സോനാർ പരിശോധനകൾ, ഒന്നും ഒന്നിനും ഫലം കണ്ടില്ല. ആ കപ്പലിനും അതിലെ ജീവനുള്ള ഏവർക്കും ലോകം മറവിയുടെ മുഷിഞ്ഞ മഴ കവർന്നുവെച്ചു. അന്നേക്കാൾ 14 വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ നിന്ന് ഒരു ബോട്ടിന്റെ ഭാഗം ഉപരിതലത്തിൽ കയറി വന്നത്. അതിന്റെ മുകളിൽ കറുത്ത അക്ഷരത്തിൽ ഒരു വാക്ക് മാത്രം എഴുതിയിരുന്നു, ഉള്ളിൽ വരരുത്. ഇതൊരു പൗരാണിക ഭ്രമമാണോ, ശാസ്ത്രപരമായ ഒരു വ്യതിയാനമോ, അതോ മറഞ്ഞുപോയത് പോലെ ഒരേ സമയം പല ലോകങ്ങളിലേക്ക് തുറക്കുന്ന ഒരു കവാടമോ എന്ന് ആരും അറിയില്ല. പക്ഷേ ഒരേ സമയം അനേകം കപ്പലുകളും വിമാനങ്ങളും അവരുടെ കൃത്യമായ പാതകളിൽ നിന്നും മറഞ്ഞത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ബെർമുഡ ട്രയാങ്കിൾ ഇന്നും അവിടെ ഉണ്ട്. അപ്രത്യക്ഷമായ വാതിലുകൾ തുറന്ന് കാത്തിരിക്കുന്നു, മറക്കപ്പെടാൻ തയ്യാറായ ഒരു പുതിയ യാത്രികയ്ക്കായി.